ഹൈ ഡിയർ ഫ്രണ്ട്സ്, എന്റെ ക്ലാസ് കാണുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. നമ്മളൊരു അറേഞ്ച്മെന്റ് ചെയ്യണം. ഞാൻ തിരിച്ച് ഈ ഇന്ററാക്റ്റീവ് ബോർഡിലേക്ക് വന്ന് ക്ലാസ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ കുറച്ച് ദിവസം. അത് അങ്ങനെ ഇന്ററാക്റ്റീവ് ബോർഡിലേക്ക് നമ്മൾ തിരിച്ചു വരുന്ന ദിവസം വരെയും തൽക്കാലം ഹിന്ദുവിലെ പ്രധാനപ്പെട്ട ന്യൂസുകൾ ഞാൻ അല്ലാതെ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഒന്ന് പ്രിപ്പയർ ചെയ്ത് അയക്കുകയാണ് നിങ്ങൾക്ക്. അപ്പൊ അതിൽ ഇന്ററാക്റ്റീവ് ബോർഡിന്റെ സഹായം ഇല്ല എന്നൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. അത് എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങൾക്ക് അത് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് ആരുടെ വീഡിയോ കണ്ടുവെക്കുക, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കും. ഞാൻ പെട്ടെന്ന് ചെറിയ രീതിയിലുള്ള വീഡിയോസ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ള ഡിസ്കഷൻസ് അതിൽ കുറവായിരിക്കും. അപ്പൊ ഈ ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ട് പേജ് എടുക്കുമ്പോൾ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് നമ്മളുടെ ഇംഫാലില് ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളെ കുറിച്ചാണ്. മണിപ്പൂരിലെ സെക്യൂരിറ്റി സിറ്റുവേഷൻ അനുദിനം വഷളായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നലെ അമിത് ഷാ, ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ, ഇലക്ഷൻ പ്രചരണമൊക്കെ മഹാരാഷ്ട്രയിൽ നടത്തിക്കൊണ്ടിരുന്ന അതൊക്കെ വെട്ടിച്ചുരുക്കിയിട്ട് പിന്നീട് തിരികെ ഡൽഹിയിലേക്ക് പോയി. അപ്പൊ മെയ്റ്റി കമ്മ്യൂണിറ്റിയും കുക്കിയും തമ്മിലുള്ള കലാപം വീണ്ടും വളരെ രൂക്ഷമാണ്. കുക്കി കമ്മ്യൂണിറ്റിയാണ് ഇപ്രാവശ്യം അതിന് കാരണക്കാര്. മെയ്റ്റി കമ്മ്യൂണിറ്റിയിലെ കുഞ്ഞു കുട്ടികളെ വരെ തട്ടിക്കൊണ്ടുപോയിട്ട് ഒരു 2 years ഒക്കെ ഏജുള്ള 8 മാസം പ്രായമുള്ള കുട്ടിയൊക്കെ തട്ടിക്കൊണ്ടുപോയി കൊന്നു കളഞ്ഞു. അപ്പൊ അത് ഒരു വംശീയ കലാപം അല്ലെങ്കിൽ ഒരു രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള കലാപമായിട്ട് അത് വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. അതിനെ പരിഹരിക്കാൻ ഇന്ത്യയുടെ സെൻട്രൽ ഗവൺമെന്റിനോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിലെ അഡ്മിനിസ്ട്രേഷനോ കഴിയാത്തത് വളരെ വലിയൊരു പ്രോബ്ലം ആണ്. ഞാൻ പറയുന്നത് ഇതിൽ മുഖം നോക്കാതെ ആക്രമണകാരികളായിട്ടുള്ള ആൾക്കാരെ നമ്മളുടെ ഫോഴ്സസിനെ ഇറക്കി തന്നെ, അത് പാരാമിലിറ്ററിക്ക് കഴിയുന്നില്ലെങ്കിൽ മറ്റ് മെഷേഴ്സ് ഗവൺമെന്റ് നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് ആ സ്റ്റേറ്റിന് നമ്മളുടെ ഇതിന്റെ അകത്ത് നമ്മളുടെ കൺട്രോളിന്റെ അകത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ നാളെ അത് ഇന്ത്യയുടെ സോവറിനിറ്റിയെ തന്നെ ബാധിക്കുന്ന പ്രശ്നമായിട്ട് മാറും. തൊട്ടപ്പുറത്ത് മ്യാൻമറാണ് കിടക്കുന്നത്. മ്യാൻമറിൽ നിന്ന് കുക്കി കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധമുള്ള ഒരുപാട് എക്സ്ട്രീമിസ്റ്റുകൾ നമ്മുടെ അവിടുത്തെ ഒരു പോറസ്റ്റ് ബോർഡർ ഉണ്ട് മ്യാൻമറുമായിട്ട്. നമുക്ക് ഏതാണ്ട് 1600 കിലോമീറ്റേഴ്സിന്റെ ബോർഡറാണ് നമുക്ക് മ്യാൻമറുമായിട്ടുള്ളത്. മ്യാൻമറിലും സിറ്റുവേഷൻ വളരെ വോളറ്റൈലാണ്. മ്യാൻമറിലെ പട്ടാള ഭരണകൂടത്തിനെതിരെ അവിടുത്തെ പ്രോ ഡെമോക്രാറ്റിക് ഫോഴ്സസും അവിടുത്തെ എത്നിക് ഫോഴ്സസും ഒക്കെ കലാപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ഒരുപാട് ആൾക്കാർ പലായനം ചെയ്ത് മണിപ്പൂരിലേക്ക് വരുന്നുണ്ട്. അത് നമ്മുടെ ഇന്റേണൽ സെക്യൂരിറ്റിയെ ബാധിക്കുന്നുണ്ട്. അപ്പോ വളരെ പെട്ടെന്ന് വളരെ ശക്തമായ നടപടികൾ മുഖം നോക്കാതെ, ഞാൻ പറഞ്ഞ എന്റെ ഒരു അഭിപ്രായമാണ്, ആക്രമണകാരികളായിട്ടുള്ള ആൾക്കാർ അത് ഏത് സൈഡിലുള്ളവരാണെങ്കിലും, കുക്കി ആണെങ്കിലും മെയ്റ്റി ആണെങ്കിലും ഇനി വേറെ നാഗ ആണെങ്കിലും എന്താണെങ്കിലും അവരെ വെടിവെച്ച് കൊല്ലേണ്ടി വന്നാൽ അങ്ങനെ ചെയ്തിട്ട് തന്നെ എത്രയും പെട്ടെന്ന് അവിടെ സിറ്റുവേഷൻ നോർമൽ ആക്കണം. എന്നിട്ട് ഇന്ത്യയുടെ സോവറിനിറ്റി, ഇന്ത്യയുടെ പരമാധികാരം നിലനിർത്തുന്നതിൽ നമ്മളെ ഗവൺമെന്റുകൾ, അത് സെൻട്രൽ ഗവൺമെന്റിന് മാത്രമേ ഇപ്പൊ കഴിയൂ എന്നുള്ള അവസ്ഥയാണ്. സ്റ്റേറ്റ് ഗവൺമെന്റിന് മുകളിൽ ആർക്കും ഒരു വിശ്വാസം ഇല്ലാത്ത അവസ്ഥയാണ്. ബീരൻ സിംഗ് ഈസ് എ കംപ്ലീറ്റ് ഫെയിലുവർ ഇൻ മണിപ്പൂർ. ഹി പ്രൂവ്ഡ് ഓൾറെഡി ഹിസ് ഇനബിലിറ്റി ടു ഹാൻഡിൽ ദ സിറ്റുവേഷൻ. അപ്പം അതാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പം അത് ആണ് ആദ്യത്തെ ന്യൂസ്. രണ്ടാമത്, ഇന്ത്യ ആൻഡ് നൈജീരിയ വിൽ ജോയിൻ ഹാൻഡ്സ് ടു ടാക്കിൾ ടെററിസം, പൈറസി, ഡ്രഗ് ട്രാഫിക്കിംഗ്. PM അതിനെ കുറിച്ചൊരു കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നൈജീരിയ എന്ന് പറയുന്ന രാജ്യം നമ്മളുടെ ആഫ്രിക്കയിലെ സൗത്ത് ആഫ്രിക്ക എന്ന ഏറ്റവും വലിയ എക്കോണമിയും അത്യാവശ്യം പോപ്പുലേഷനൊക്കെ ഉള്ള രാജ്യമാണ്. നൈജീരിയയായിട്ട് ഇന്ത്യക്ക് വളരെ നല്ല ബന്ധം വർഷങ്ങളായിട്ടുണ്ട്. ഇന്ത്യയുമായിട്ടുള്ള ഒരു ഇന്ത്യയുടെ തന്നെ ഒരുപാട് എക്സ്പാട്രിയേറ്റ് പോപ്പുലേഷൻ അവിടെ ഓൾറെഡി ഉണ്ട്. നമ്മൾ ഒരുപാട് ബില്യൺസ് ഓഫ് ഡോളേഴ്സ്, $27 billion ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് നൈജീരിയ. പെട്രോ കെമിക്കൽ ഫീൽഡ്, ഡിഫൻസ് ഫീൽഡ്, ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡ്, ഈ ഫീൽഡിലെല്ലാം നമുക്ക് അവരുമായിട്ട് നല്ല കോഓപ്പറേഷൻ ഉള്ളതാണ്. ദർ ഈസ് എ ലോട്ട് ഓഫ് അൺടാപ്ഡ് പൊട്ടൻഷ്യൽ for further cooperation and further investment between both these countries. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൈം മിനിസ്റ്റർ 17 വർഷത്തിന് ശേഷം 17 yearsന് ശേഷം നൈജീരിയ വിസിറ്റ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് ഹീസ് ഗോയിങ് ടു ബ്രസീൽ ടു അറ്റൻഡ് G20 സമ്മിറ്റ്. അപ്പൊ G20 സമ്മിറ്റ് ബ്രസീലിൽ ഇപ്പം ഇന്നും നാളെയായിട്ട് നടക്കും. അല്ല, നാളെയും മറ്റന്നാളായിട്ടാണെന്ന് തോന്നുന്നു. അപ്പൊ അതിന് മുന്നോടിയായിട്ടാണ് നൈജീരിയയിൽ അദ്ദേഹം പോയത്. അതിനുശേഷം അദ്ദേഹം ഗയാന എന്ന് പറയുന്ന വെസ്റ്റ് ഇൻഡീസ് ദ്വീപ സമൂഹത്തിൽ വരുന്ന രാജ്യത്തും പോകുന്നുണ്ട്. അപ്പം മോദിക്ക് നൈജീരിയയുടെ പരമോന്നത സിവിലിയൻ ഓണർ, ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ നൈജർ എന്ന് പറയുന്ന, അതാണ് പരമോന്നത അല്ല, സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൻ ഓണറാണ്. ദ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ നൈജർ എന്ന് പറയുന്ന നൈജീരിയയുടെ സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൻ ഓണർ അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹത്തിന് പല രാജ്യങ്ങളിൽ നിന്നും അവിടുത്തെ സിവിലിയൻ ഓണേഴ്സ് കിട്ടാറുണ്ട്. 17 രാജ്യങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തിന് ഇതുവരെയായിട്ട് ആ രാജ്യത്തിന്റെ ഒന്നുകിൽ ഹയസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഹയസ്റ്റ് ഒക്കെ ആയിട്ടുള്ള സിവിലിയൻ ഓണേഴ്സ് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ നൈജീരിയയുടെ സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൻ ഓണർ, ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ നൈജർ. ഇത് കിട്ടുന്ന സെക്കൻഡ് ഫോറിൻ ഡിഗ്നിറ്ററി ആണ് മോദി. 1969 ബ്രിട്ടീഷ് രാജ്ഞിക്ക് എലിസബത്തിനാണ് ഇത് മുമ്പ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോ മോഡിക്കും വേറെ ആർക്കും നൈജീരിയ ഒരു ഫോറിൻ ഡിഗ്നിറ്ററിക്ക് ഈ അവാർഡ് കൊടുത്തിട്ടില്ല.
അപ്പോ അതാണ് അതിൽ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നൈജീരിയയുടെ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബു ആണ്. BOLA ബോല അഹമ്മദ് AHMED, അതായത് ടിനുബു, ബോല അഹമ്മദ് ടിനുബു. പിന്നെ അവിടെ പറയാനുള്ള രണ്ട് ന്യൂസും കൂടിയാണ്. ഏറ്റവും താഴെയായിട്ട്, ഫ്രണ്ട് പേജിൽ ഏറ്റവും താഴെയായിട്ട്, ഇന്ത്യ കണ്ടക്ട്സ് ഹിസ്റ്റോറിക് ഫ്ലൈറ്റ് ടെസ്റ്റ് ഓഫ് ഹൈപ്പർസോണിക് മിസൈൽ വിത്ത് എ റേഞ്ച് ഓഫ് 1500 കിലോമീറ്റേഴ്സ് എന്നൊരു ന്യൂസ് കാണാം. അത് ഇന്ത്യക്ക് സൂപ്പർസോണിക് മിസൈൽ ഉണ്ട് ഓൾറെഡി. സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ആണ് ബ്രഹ്മോസ്. ബ്രഹ്മോസ് വാസ് ജോയിന്റ്ലി ഡെവലപ്ഡ് ബൈ ഇന്ത്യ ആൻഡ് റഷ്യ. ആൻഡ് ഇപ്പോ ഇന്ത്യ സൂപ്പർസോണിക്കും അല്ല, ഹൈപ്പർസോണിക് മിസൈലാണ് ഇപ്പൊ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. മിസൈലിന്റെ പേരൊന്നും ഇന്നത്തെ ഹിന്ദുവിലില്ല. 1500 കിലോമീറ്റർ റേഞ്ച് ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത്. USA, ചൈന പോലുള്ള രാജ്യങ്ങൾക്ക് മാത്രമാണ് ഇപ്പൊ ഇത്രയും റേഞ്ചുള്ള ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഉള്ളത്. മറ്റു പല രാജ്യങ്ങളും അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് DRDO, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് ഈ മിസൈൽ നമുക്ക് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഡോക്ടർ APJ അബ്ദുൽ കലാം ഐലൻഡ്, ഒഡീഷയിൽ ആണ് ഡോക്ടർ APJ അബ്ദുൽ കലാം ഐലൻഡ്. അവിടെ നിന്നാണ് അത് ടെസ്റ്റ് ഫയർ ചെയ്തത്. അപ്പോ 1500 കിലോമീറ്റേഴ്സ് ഉള്ള ഈ ഒരു ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഡെവലപ്മെന്റ് ഇന്ത്യക്ക് വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. വളരെ പ്രിസിഷനോട് കൂടി അത് അതിന്റെ ടാർഗറ്റുകൾ, അതിന്റെ ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്ത് അതിന്റെ ടാർഗറ്റ് റീച്ച് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സയന്റിസ്റ്റുകൾ എല്ലാവരെയും അഭിനന്ദിച്ചു എന്നൊരു ന്യൂസും കാണാം. പിന്നെ അവിടെ ഫ്രണ്ട് പേജിൽ തന്നെ മറ്റൊരു ന്യൂസ് ഉള്ളത്, COP29 ഡിസ്കഷൻസ് ഫ്ലാഗിംഗ്, നോ പ്രോഗ്രസ് മെയ്ഡ് ഓൺ ഇഷ്യൂസ് ക്രിട്ടിക്കൽ ടു ഡെവലപ്പിംഗ് കൺട്രീസ് ഇന്ത്യ. COP29 മീറ്റിംഗ് ഇപ്പൊ നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. UNFCCC, യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ നേതൃത്വത്തിൽ കോൺഫറൻസ് ഓഫ് ദ പാർട്ടീസിന്റെ 29th മീറ്റിംഗ് അസർബൈജാന്റെ ക്യാപിറ്റലായ ബാക്കുവിൽ വെച്ച് നടക്കുന്നു. ആ മീറ്റിംഗിൽ മിറ്റിഗേഷൻ വർക്ക് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു സംഭവം മുമ്പ് നടന്ന COP27 മീറ്റിംഗിൽ ഫൈനലൈസ് ചെയ്തൊരു സംഭവമാണ് MWP, മിറ്റിഗേഷൻ വർക്ക് പ്രോഗ്രാം. അപ്പം അതിൽ ഡെവലപ്പിംഗ് കൺട്രീസിന് ക്ലൈമറ്റ് മിറ്റിഗേഷനും ക്ലൈമറ്റ് അഡാപ്റ്റേഷനും വേണ്ടിയിട്ടുള്ള ഫണ്ട്, അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ടെക്നോളജി, ഇതൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ ഡെവലപ്ഡ് കൺട്രീസ് ആർ നോട്ട് റെഡി ടു ഡു ആസ് പെർ ദ ക്ലോസസ് ഓഫ് MWP, മിറ്റിഗേഷൻ വർക്ക് പ്രോഗ്രാം. ആക്ച്വലി USA ആണ് ലോകത്തെ ഏറ്റവും കൂടുതൽ എമിഷൻസ് ഹിസ്റ്റോറിക്കലി നടത്തിയിട്ട് വേൾഡിന് എത്രത്തോളം ഇങ്ങനെ ആക്കിയത്. പക്ഷേ അവരോ അല്ലെങ്കിൽ മറ്റ് ഡെവലപ്ഡ് കൺട്രീസോ ഡെവലപ്പിംഗ് കൺട്രീസിന്റെ ഇത്തരം കൺസേൺസിൽ ഈ MWP പ്രോഗ്രാം പോലുള്ള കാര്യങ്ങളിലും ഒന്നും അവര് വേണ്ട രീതിയിൽ സഹകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഡെവലപ്പിംഗ് നേഷൻസ് ഇവര് ചെയ്ത പാസ്റ്റ് ആക്ഷൻസ് മൂലം ഈ നമ്മളുടെ ക്ലൈമറ്റ് ഇത്രയും വൾണറബിൾ ആയിട്ടുള്ളതിന്റെ ദുരിതങ്ങൾ അനുഭവിക്കുന്നു. സ്റ്റിൽ ദേ ആർ നോട്ട് റെഡി ടു പേ ദ പ്രൈസ്, അല്ലെങ്കിൽ പേ ദ പെനാൽറ്റി, അല്ലെങ്കിൽ പേ ദ ഡിസേർവിംഗ് ഫണ്ട് ടു ദ ഡെവലപ്പിംഗ് നേഷൻസ്. അതൊരു വളരെ വലിയ ഇൻജസ്റ്റിസ് ആണെന്നാണ് ഈ COP29 സമ്മിറ്റിലും അതിനൊരു കൺസെൻസസിൽ എത്താൻ കഴിയാത്തത് വളരെ വലിയൊരു ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണെന്നും ഇന്ത്യ ഈ COP29 സമ്മിറ്റിൽ പറഞ്ഞിരിക്കുന്നു. ഇത്രയും ഫ്രണ്ട് പേജിൽ ഉള്ള ന്യൂസുകളാണ്. അത് കഴിഞ്ഞ് സ്റ്റേറ്റ്സ് പേജിലേക്ക് പോകുമ്പോൾ സ്റ്റേറ്റ്സ് പേജിൽ നോക്കുമ്പോൾ ഒരു കാര്യം പോലും നമുക്ക് ആവശ്യമുള്ളതില്ല, എല്ലാം ലോക്കൽ ലെവലുള്ള ന്യൂസുകളാണ്. പിന്നെ അതിനടുത്ത സ്റ്റേറ്റ്സ് പേജിലേക്ക് പോകുമ്പോൾ EC ആസ് ജാർഖണ്ഡ് BJP ടു റിമൂവ് ഡിവിസീവ് വീഡിയോ എന്ന് പറഞ്ഞ ന്യൂസ് കാണാം. ജാർഖണ്ഡിൽ ഇപ്പൊ ഇലക്ഷൻ നടക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെയാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചീഫിന്റെ പേര് അറിഞ്ഞിരിക്കണം, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ രാജീവ് കുമാർ. അത് ഒന്ന് അറിഞ്ഞിരിക്കും, അല്ലാതെ അവിടെ വേറെ ഒന്നും പറയാനില്ല. ബാക്കി താഴോട്ട് വരുമ്പോൾ ന്യൂസുകളൊന്നും നമുക്ക് ആവശ്യമില്ല ആ പേജിൽ, സ്റ്റേറ്റ്സ് പേജിൽ. അതിനടുത്ത സ്റ്റേറ്റ്സ് പേജിലേക്ക് പോകുമ്പോൾ ഇല്ലല്ല, ആ പേജിൽ നമുക്കൊന്നുമില്ല. നമുക്ക് ഇനി എഡിറ്റോറിയൽ പേജിലേക്ക് പോവാം. എഡിറ്റോറിയൽ പേജിൽ ഫസ്റ്റ് എഡിറ്റോറിയൽ ഗ്രോയിങ് എപ്പിഡമിക് എന്ന് പറഞ്ഞ് നമ്മളുടെ ഡയബറ്റീസിനെ കുറിച്ചുള്ളൊരു ഒരു എഡിറ്റോറിയലാണ്. അത് അത്തരത്തിലുള്ള എഡിറ്റോറിയൽസ് കൂടുതൽ ഡീപ്പായിട്ട് പറയാൻ അത്രത്തോളം എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് പൊതുവെ സയൻസ് വിഷയങ്ങൾ ഞാൻ അങ്ങ് അവോയ്ഡ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതും ഞാൻ അതുകൊണ്ട് അത്ര ഡീപ്പായിട്ട് എനിക്ക് അത് പറയുന്ന എനിക്ക് നാണക്കേടില്ല. കാര്യം ഒരാളും എല്ലാ സബ്ജക്റ്റിലും ഭയങ്കര എക്സ്പേർട്ടുകളായിരിക്കണം എന്നില്ല. സോ ഞാൻ ഇതങ്ങ് അവോയ്ഡ് ചെയ്യാണ്. അത് നിങ്ങൾ നോക്കിക്കൊള്ളുക. രണ്ടാമത്തെ എഡിറ്റോറിയൽ നോ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന എഡിറ്റോറിയൽ. ഈ നോ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന എഡിറ്റോറിയൽ ഇസ്രായേൽ ഹമാസ് വാറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇസ്രായേല് October 7, 2023 ഹമാസ് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തപ്പോൾ തുടങ്ങിയ വാർ 13 months ക്രോസ് ചെയ്തിരിക്കുന്നു. അത് വെസ്റ്റ് ഏഷ്യയിലെ ആകമാനം അത് വ്യാപിച്ചിരിക്കുന്നു. ഈ ഗാസയിലെ 2.3 million പീപ്പിളിനെയും ബാധിക്കുന്ന രീതിയിൽ വളരെ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് അറ്റാക്ക് നടത്തിയതിനു ശേഷം ഇസ്രായേൽ പിന്നീട് ഹിസ്ബുള്ളയെ ടാർഗറ്റ് ചെയ്തു ലെബനനിൽ കയറിയിട്ട്.
അതുപോലെ ഇറാനുമായിട്ട് അവര് സ്ട്രൈക്സും കൗണ്ടർ സ്ട്രൈക്സും നടന്നുകൊണ്ടിരിക്കുന്നു. ചില ഒന്ന് രണ്ട് സിറ്റുവേഷൻസ് അത്തരത്തിൽ ഇറാനുമായിട്ടും ഉണ്ടായി. പക്ഷേ ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് അവരവരുടെ സർവൈവലിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നും അവരുടെ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യുന്നവർ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഇസ് ടു ഡിസ്മാന്റിൽ ടോട്ടലി ഹമാസ് ഫ്രം ദ ടെറിട്ടറി ഓഫ് ഗാസ ആൻഡ് ദേ ഓൾസോ വാണ്ട് ടു ഡിസ്മാന്റിൽ ദ ടെറർ നെറ്റ്വർക്ക് ഓഫ് ഹിസ്ബുള്ള ഫ്രം ലെബനൻ. പക്ഷെ അതിൽ എത്രത്തോളം അവർ സക്സസ്ഫുൾ ആവുന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. അപ്പൊ എന്തായാലും അതാണ് അവരുടെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാല് എന്തായാലും നെതന്യാഹുവിന് ഇത്തരത്തിലുള്ള ടോൾ ക്ലെയിംസും ഇതൊക്കെ ഉണ്ടെങ്കിലും നെതന്യാഹുവിന്റെ അണ്ടറിലാണ് 1948 ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം നിലവിൽ വന്നതിന് ശേഷം അവരുടെ ഏറ്റവും വലിയ സെക്യൂരിറ്റി ലാബ്സ് ഉണ്ട്, അത് ഇത്രയും വലിയ ആൾക്കാർ മരിക്കുന്നതും. പക്ഷെ എന്നിരുന്നാലും നെതന്യാഹു അദ്ദേഹത്തിന്റെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന യോവ് ഗാലന്റ് ഡിഫൻസ് മിനിസ്റ്റർ സാറിന് പുറത്താക്കി. അതുകൊണ്ടാണ് ഞാൻ ആയിരുന്ന എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. ഇത്തരത്തിലുള്ള ഒരു ഫെയിലുവറിന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയും എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഈ പ്രൈം മിനിസ്റ്ററിന് ഇത്തരത്തിലുള്ള ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ടാവുമെന്ന് എന്തെങ്കിലും രീതിയിലുള്ള മുൻകൂട്ടിയുള്ള അറിവുണ്ടായിരുന്നതായിട്ട് അദ്ദേഹം ഒരിക്കൽ പോലും സമ്മതിച്ചിട്ടുമില്ല. പക്ഷെ ഇപ്പോഴും വരുന്ന റിപ്പോർട്ടുകൾ പലതും സൂചിപ്പിക്കുന്നത് ഇദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചുള്ള അറിവ് ഉണ്ടായിരുന്നു എന്നാണ്. കാരണം ഈ അദ്ദേഹത്തിന്റെ ഒരു മേജർ ജനറൽ ആയിരുന്ന ആവി ഗിൽ എന്ന് പറയുന്ന ഒരാള് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിന് കൊടുത്തിരുന്നു എന്നുള്ള ഒരു വിശ്വസനീയമായ റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അതിനുശേഷം ജനറൽ ഈ പറഞ്ഞ അബി ഗിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം രാജിവെക്കുകയാണ്. അപ്പൊ എന്തായാലും ആ ഒരു കാര്യം മാത്രമല്ല, പ്രൈം മിനിസ്റ്ററിന്റെ ഓഫീസിലുള്ള പല ആൾക്കാരും പല ഒഫീഷ്യൽസും പല രീതിയിലുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾക്കും കൂട്ടുനിൽക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അപ്പൊ എന്തായാലും അത് നെതന്യാഹു എന്ന് പറയുന്ന ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ അറിഞ്ഞോ അറിയാതെയോ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും മുമ്പ് നെതന്യാഹുവിന് മുമ്പുള്ള പ്രൈം മിനിസ്റ്റേഴ്സ് പലരും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം റിസൈൻ ചെയ്തിട്ടുണ്ട്. കാരണം ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്, ഒരു സെക്യൂരിറ്റി സ്റ്റേറ്റ് എന്ന് പറയാം. അപ്പൊ അവിടെ സെക്യൂരിറ്റി ലാപ്സസ് വളരെ സീരിയസ് ആയിട്ടാണ് രാജ്യം കൺസിഡർ ചെയ്യുന്നത്. ഇസ്രായേലിന്റെ മുകളിലുണ്ടായ ഏറ്റവും വലിയൊരു യുദ്ധമാണ് യോം കിപ്പർ വാർ എന്ന് പറയുന്നത്. അത് ഇസ്രായേൽ തന്നെയാണ് ജയിച്ചത്. പക്ഷെ എന്നിരുന്നാലും അന്നുണ്ടായ സെക്യൂരിറ്റി ലാപ്സസിന്റെ പേരിൽ ഗോൾഡ മേയർ എന്ന് പറയുന്ന അന്നത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള അവിടുത്തെ ലേബർ പാർട്ടിയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന അവര് 73 അവർ റിസൈൻ ചെയ്യാണ്. പക്ഷേ അതിനുശേഷം അവിടെ ലിക്വിഡ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി അധികാരത്തിൽ വരുന്നു. അപ്പം അല്ലെങ്കിൽ ലിക്വിഡ് പാർട്ടി ഭയങ്കര പോപ്പുലാരിറ്റി നേടുന്നു. ഇതിനുശേഷം 2006 ലെബനനിൽ ഇസ്രായേൽ ഒരു ഇൻവേഷൻ നടത്തി. അതിലും ലെബനനിൽ അവർ വിചാരിച്ച കാര്യങ്ങളൊന്നും നേടാൻ പറ്റാതെ അവിടുന്ന് പിൻവാങ്ങിയായിരുന്നു ഹിസ്ബുള്ള. അതിനുശേഷം ഹിസ്ബുള്ള ഇല്ലാതാക്കാനാണ് 2006 ലെബനനിൽ അവർ ഇൻവേഷൻ നടത്തിയത്. അപ്പം ആ ഇൻവേഷൻ നടത്തുന്ന സമയത്ത് ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ യഹൂദ് ഒൽമത്ത് ആയിരുന്നു. കദിമ പാർട്ടി എന്നുള്ള ലീഡർ ആയിരുന്നു. യഹൂദ് ഒൽമത്തിനപ്പോൾ റിസൈൻ ചെയ്യേണ്ടി വരികയാണ്. കദിമ പാർട്ടി 2015 അവര് രാഷ്ട്രീയം തന്നെ അവസാനിപ്പിക്കുകയാണ്. അപ്പം നെതന്യാഹു പക്ഷെ ഇത്രയും വലിയ ഇസ്രായേൽ ഉണ്ടായതിനു ശേഷമുള്ള ഏറ്റവും വലിയ മനുഷ്യ ഹത്യ ഇസ്രായേലിനകത്ത് നടന്ന് ഏറ്റവും വലിയ സെക്യൂരിറ്റി ലാബ്സ് ഇസ്രായേലിൽ ഉണ്ടായെങ്കിലും അദ്ദേഹം അതിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാനേ തയ്യാറല്ല. അപ്പൊ ഇസ്രായേലുകാരുടെ ഇടയിൽ തന്നെ അത്തരത്തിലുള്ള ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ അവിടുത്തെ ഗവൺമെന്റിനും ഒക്കെ എതിരെ ഉണ്ട്. ഇസ്രായേൽക്കാർ ഒരു സെക്യൂരിറ്റി ഇപ്പൊ ഫീൽ ചെയ്യുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു എയിംലെസ് വാർ 1 വർഷത്തിൽ കൂടുതലായിട്ട് നടത്തിക്കൊണ്ട് പോയിട്ടും. അപ്പം അവിടുത്തെ ഗവൺമെന്റ് ഈ സെക്യൂരിറ്റി ലാപ്സസിന് റെസ്പോൺസിബിൾ ആവണം. അതിനെക്കുറിച്ച് പ്രോപ്പർ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തണം, മിലിറ്ററി ലെവലിലും ഇന്റലിജൻസ് ലെവലിലും ഒക്കെ. അതാണ് October 7 ഒരു ടൈപ്പ് ഒരു അറ്റാക്ക് ഇനി ഇസ്രായേലിൽ ഉണ്ടാവാതിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാണ് ആ സെക്കൻഡ് എഡിറ്റോറിയൽ പറഞ്ഞു വെക്കുന്നത്. പിന്നെ എഡിറ്റോറിയൽ പേജിൽ തന്നെ വേറൊരു ആർട്ടിക്കിൾ ഉണ്ട്, 2 cheers for the top courts ബുൾഡോസർ ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ. അത് നമുക്കറിയാം, റീസെന്റ് ആയിട്ട് ബുൾഡോസർ രാജിന് അഗേൻസ്റ്റ് ആയിട്ട് സുപ്രീം കോടതിയിൽ നിന്ന് വന്നൊരു തീരുമാനം. ബുൾഡോസർ രാജ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. പല സ്റ്റേറ്റുകളിൽ, എസ്പെഷ്യലി ഉത്തർപ്രദേശ്, ഡൽഹി, മധ്യപ്രദേശ് പോലുള്ള സ്റ്റേറ്റുകളിലും എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റീസിൽ എൻഗേജ് ആവുന്ന ആൾക്കാരുടെ വീടുകൾ പൊളിച്ചു കളയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ബുൾഡോസർ ഉപയോഗിച്ച് എന്തെങ്കിലും ന്യായം പറഞ്ഞിട്ട്. അതിന് പലതിനും കമ്മ്യൂണൽ ഓവർടോൺ ഉണ്ടായിരുന്നതാണ് പറയപ്പെടുന്നത്. പക്ഷെ ഒരു കമ്മ്യൂണിറ്റിയുടെ മാത്രം വീടുകളല്ല പൊളിച്ചു കളഞ്ഞപ്പെട്ടുള്ള, പലപ്പോഴും ഈ ജനങ്ങളുടെ കൈയടി കിട്ടാൻ വേണ്ടിയിട്ട് മാഫിയ ഡോൺസ് ആയിട്ടുള്ള ആൾക്കാർ, അത് ഹിന്ദുസും ഉണ്ടാക്കൂട്ടത്തില്ല, മുസ്ലിംസിന്റെ മാത്രം വീടുകളല്ല. അങ്ങനെ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം സോൾവ് ചെയ്യാന്നൊക്കെ പേരിൽ യോഗി ആദിത്യനാഥിന്റെ തരത്തിൽ കയ്യടി കിട്ടാൻ വേണ്ടി ഉത്തർപ്രദേശ് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് വലിയ വ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും പരാതികൾക്കും കാരണമായപ്പോൾ സുപ്രീം കോടതിയിൽ ഈ കേസ് എത്തുകയും സുപ്രീം കോടതി ഇപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മെഷേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഈ സംഭവം, ഈ ഒരു ഇല്ലീഗലായിട്ട് ഉള്ള വീടുകളും മറ്റ് കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളൊക്കെ ബുൾഡോസർ ഉപയോഗിച്ച് ഡിസ്മാൻഡിൽ ചെയ്യുന്നതിന് എഗൻസ്റ്റ് ആയിട്ട്. അപ്പം
ഇതില് പക്ഷെ ഇതില് ഈ ഓദർ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഇത് ഇല്ലീഗലാണെന്ന് സുപ്രീം കോടതി പറയുമ്പോൾ ഇത്രയും നാൾ നടന്ന ഇല്ലീഗാലിറ്റി ഒരുപാട് ആൾക്കാർ ഇത് മൂലം സഫർ ചെയ്തിട്ടുണ്ട്. അന്ന് ഡിസ്മാൻഡിൽ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഡിസ്ട്രക്ട് ചെയ്യപ്പെട്ട വീടുകൾ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റുകൾ അതിന് കോമ്പൻസേഷൻ കൊടുക്കണ്ടേ? അതിനെക്കുറിച്ച് സുപ്രീം കോടതി വിധിയിലൊന്നും പറയുന്നില്ലല്ലോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇനി രണ്ടാമതായിട്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതില് പൊളിറ്റീഷ്യൻസ്മാരാണ് എപ്പോഴും ബ്രൗണി പോയിന്റ്സ് നേടാൻ വേണ്ടിയിട്ട്, കയ്യടി നേടാൻ വേണ്ടിയിട്ട് അവർ ഈ കാര്യം ചെയ്യുന്നത്. പക്ഷെ ഇതില് മെയിൻ പ്ലെയർ പക്ഷേ പൊളിറ്റീഷ്യന്മാരല്ല, പലപ്പോഴും മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ ആണ്, അല്ലെങ്കിൽ പഞ്ചായത്ത് ലെവലുള്ള അഡ്മിനിസ്ട്രേഷൻ ആണ് ഇത്തരം കാര്യങ്ങളിൽ നടപടി എടുക്കേണ്ടത്. അപ്പം ഇവര് എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഇല്ലീഗലി കൺസ്ട്രക്റ്റഡ് ആണ് ഈ ഒരു ബിൽഡിംഗ് മുഴുവൻ, അല്ലെങ്കിൽ അതിന്റെ പോർഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പോർഷൻ ഇല്ലീഗലി കൺസ്ട്രക്റ്റഡ് ആണ്. അപ്പം ഒരുപക്ഷെ അത് ഇല്ലീഗലി കൺസ്ട്രക്റ്റഡ് ആയിരിക്കുകയും ചെയ്യാം. പക്ഷെ ഇത് അത്രയും കാലം മൂടി വെച്ചിരുന്ന ഒരു സംഭവം പെട്ടെന്ന് ആ കുടുംബത്തില് ആരെങ്കിലും ഒരാൾ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യുമ്പോൾ അതിന്റെ പേരിൽ ഈ ഒരു കൃത്രിമമായിട്ട് രേഖകളൊക്കെ ഉണ്ടാക്കി മുൻകൂട്ടി നോട്ടീസ് കൊടുത്തതായിട്ടൊക്കെ രേഖകളിൽ കാണിച്ചുകൊണ്ട് ഈ ബിൽഡിങ്ങുകൾ പൊളിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ സുപ്രീം കോടതി ഇപ്പൊ പറഞ്ഞിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്ന് പറയുന്നത്, ഇത്തരത്തിൽ ഇല്ലീഗലി കൺസ്ട്രക്റ്റഡ് ആണെങ്കിൽ പോലും പ്രോപ്പർ ആയിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ വേണം. എന്തുകൊണ്ട് ഈ ബിൽഡിങ്ങുകൾ റിമൂവ് ചെയ്യുന്നു? റിമൂവ് ചെയ്യുക അല്ലാതെ മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ? ഫൈൻ അടച്ചുകൊണ്ടോ മറ്റോ ഇവർക്ക് ഇവരുടെ വീടുകൾ അല്ലെങ്കിൽ അവരുടെ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? അല്ലെങ്കിൽ മുഴുവനായിട്ട് പൊളിച്ചു മാറ്റാതെ ഇല്ലീഗലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണെന്നുണ്ടെങ്കിൽ അത് മാത്രം പൊളിച്ചു മാറ്റിയാൽ പോരെയോ എന്നൊക്കെയുള്ള വ്യക്തമായിട്ടുള്ള ഡയറക്ഷൻസ് ഈ പറഞ്ഞ ഒഫീഷ്യൽസ് കൊടുത്തിരിക്കണം. അവര് വ്യക്തമായിട്ട് അവരെഴുതുന്ന നോട്ടിൽ അതെല്ലാം വേണം എന്നാണ്. അത് മാത്രമല്ല, ഇല്ലീഗലി കൺസ്ട്രക്റ്റഡ് ആണെന്നുണ്ടെങ്കിലും 15 days പ്രയർ ആയിട്ട് നോട്ടീസ് കൊടുക്കണം. അങ്ങനെ നോട്ടീസ് കൊടുക്കുമ്പോൾ അത് രജിസ്റ്റേർഡ് പോസ്റ്റിലായിരിക്കണം. അപ്പൊ പിന്നെ ബാക്ക് ഡേറ്റ് ഇട്ടൊന്നും കൊടുക്കാൻ പറ്റൂല. എന്നിട്ട് ഇവർക്ക് നോട്ടീസ് കിട്ടിയതിനു ശേഷം അവർക്ക് അവരുടെ ഭാഗം ന്യായീകരിക്കാനുള്ള സമയം സർക്കാർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ, ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ അവർ കൊടുക്കണം. ഈ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഈ അവരുടെ വാദങ്ങളെല്ലാം കേട്ടതിന് ശേഷം ഇത് പൊളിക്കുവാൻ ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് പൊളിക്കാനാണ് തീരുമാനിക്കുന്നത് കരുതിക്കോ. എന്നിരുന്നാൽ പോലും അവർക്ക് പിന്നെ അപ്പീൽ ചെയ്ത് വല്ല കോർട്ടിലും പോകാനുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള സമയം വരെ കൊടുക്കണം എന്നാണ്. ഈ കാര്യങ്ങളിൽ വയലേഷൻസ് എന്തെങ്കിലും ഈ പറഞ്ഞ ഓഫീഷ്യൽസ് നടത്തിയാൽ അവര് ഈ കാര്യത്തിൽ റെസ്പോൺസിബിൾ ആവും, അവരായിരിക്കും ഇതിന്റെ കോമ്പൻസേഷൻ ഒക്കെ കൊടുക്കേണ്ടി വരുന്നത് എന്നെല്ലാം പറഞ്ഞ് വളരെ വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ്, സുപ്രീം കോടതിയുടെ. ഇത് ഇത്തരത്തിലുള്ള ഗവൺമെന്റിന്റെ ഇതിൽ വലിയൊരു പ്രശ്നമുള്ള എന്താണെന്ന് അറിയാമോ? ഇത് യഥാർത്ഥത്തില് ഇല്ലീഗലായിട്ടാണ് ഒരു സംഭവം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരാളൊരു ക്രിമിനൽ ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്താൽ അയാളെ പണിഷ് ചെയ്യേണ്ടത് ഇതെല്ലാം ആരാണെന്ന് വെച്ചാൽ കോടതികളാണ്. അപ്പൊ കോടതിയുടെ പവറിലേക്ക് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ബ്യൂറോക്രസി ഇതിന്റെയൊക്കെ ഒരു ഇടപെടൽ വരികയാണ്. അപ്പം ഇതില് ഫൈനൽ ഇത്തരത്തിലുള്ള ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻസിലേക്ക് ഫൈനൽ ജഡ്ജ്മെന്റ് കോടതി എടുക്കുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ ഫൈനൽ വേർഡിക്റ്റ് കോടതി പറയുന്നതിന് മുമ്പേ ആൾക്കാരുടെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് കോടതിയുടെ ഒരു അധികാര പരിധിയിലേക്ക് ഗവൺമെന്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കടന്നു കയറുന്നു. അങ്ങനെ ഒരു വിഷയം കൂടെ ഉണ്ട്. അപ്പം എന്തായാലും ഇതിലെല്ലാത്തിലും കോടതിയുടെ ഒരു തൽക്കാലം ഒരു ബ്രേക്ക് വന്നിരിക്കുകയാണ്. പക്ഷെ ഇനി എങ്ങനെയാണ് ഇത് കോടതികൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? കോടതിയുടെ വിധി പല കാര്യങ്ങളിലും ഇതുപോലെ വന്നിട്ടുണ്ട്. ആ വിധികളിൽ പലപ്പോഴും ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്ന സംഭവം പലപ്പോഴും ഒരു ലാക്സിറ്റി ഈവൻ കോടതിയുടെ ഭാഗത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കാര്യത്തിൽ മോബ് ലിഞ്ചിങ്ങിന്റെ കാര്യത്തിന്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. മോബ് ലിഞ്ചിങ്ങിൽ എങ്ങനെയാണ് ഇടപെടേണ്ടതെന്ന്, എങ്ങനെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട നീതി നടപ്പാക്കേണ്ടത് കോടതികൾ പറഞ്ഞിട്ടും പലപ്പോഴും മോബ് ലിഞ്ചിങ് ആവർത്തിക്കപ്പെടുമ്പോൾ കോടതികൾ ഈ പറഞ്ഞ ഫ്രെയിം ലൈൻസ് ഒന്നും പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താന്ന് ചെക്ക് ചെയ്യാറില്ല എന്നൊരു പരാതിയൊക്കെ ഈ ആർട്ടിക്കിളിൽ അത് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും നല്ല കാര്യം ആണ് ഈ ചെയ്തിരിക്കുന്ന കോടതി. അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഇനി എങ്ങനെ റിയാലിറ്റിയിൽ നടക്കും എന്നുള്ള കാര്യം ഇനി കാണേണ്ടതെന്നാണ് ഇതിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് ഡിവാസ്, അത് അടുത്ത പേജിലാണ്, എഡിറ്റോറിയൽ പേജിന്റെ നെക്സ്റ്റ് പേജിൽ ഒപ്പീനിയൻ പേജിൽ എ ഡിവാസ്റ്റേറ്റിംഗ് ബ്ലോ ടു ഗ്ലോബൽ ക്ലൈമറ്റ് എഫേർട്സ് എന്നൊരു ആർട്ടിക്കിൾ കാണാം. അത് വേറെ ഒന്നല്ല, ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അവിടെ US അധികാരത്തിൽ വരുന്നു. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ US അധികാരത്തിൽ വരുമ്പോൾ ഈ ഗ്ലോബൽ ക്ലൈമറ്റ് എഫേർട്സ് എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിളാണ്. നമുക്കറിയാം ഡൊണാൾഡ് ട്രംപ് ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള ഒരു വാക്കിനെ പോലും ഇഷ്ടപ്പെടുന്ന ആളല്ല. അദ്ദേഹം പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞ് ഈ ആൾക്കാരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് വെറും ഹോക്സ് ആണ്, അത് ഒരിക്കലും സത്യസന്ധമായിട്ടുള്ള കാര്യമല്ല, അതിനൊരു സയന്റിഫിക് ബേസിസ് ഒന്നും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം 2016 അമേരിക്ക ജോയിൻ ചെയ്ത പാരീസ് ക്ലൈമറ്റ് അഗ്രിമെന്റിൽ നിന്ന് വിത്ഡ്രോ ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് വന്ന അമേരിക്കയുടെ പ്രസിഡന്റ് ജോയ് ബൈഡൻ വീണ്ടും പാരീസ് ക്ലൈമറ്റ് അഗ്രിമെന്റിലേക്ക്
അമേരിക്ക കൊണ്ടുപോവുകയാണ്. പക്ഷെ ഇപ്പൊ അദ്ദേഹം ഈ ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹം പാരീസ് ക്ലൈമറ്റ് അഗ്രിമെന്റിന് വീണ്ടും വിത്ഡ്രോ ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്ന് മാത്രമല്ല, ഹിസ്റ്റോറിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോകത്ത് ഏറ്റവും കൂടുതൽ കാർബൺ എമിഷൻ നടത്തിയ രാജ്യം അമേരിക്കയാണ്. അപ്പൊ അവർ നടത്തിയ കാർബൺ എമിഷന് അവരാണ് റെസ്പോൺസിബിൾ. കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് എന്നാണ് എപ്പോഴും ഈ ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസിന് പറയുന്നത്. അതായത് എല്ലാവർക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട് വേൾഡിന് ക്ലൈമറ്റിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ. പക്ഷേ ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി ആണ്. ലോകം ഏറ്റവും കൂടുതൽ ക്ലൈമറ്റ് ഡിറ്റീറിയേഷന് കാരണമായവൻ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിൾ ആണെന്നുള്ളൊരു ആശയമാണ് അതിന്റെ ബാക്കിൽ പറഞ്ഞ കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പം US ഇത്തരത്തിലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ഒക്കെ നടത്തിയതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയും ഡൊണാൾഡ് ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ വരുമ്പോൾ എടുക്കാൻ സാധ്യതയില്ല. എന്ന് മാത്രമല്ല, ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സയന്റിഫിക് റിസർച്ചിനോ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ അതിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന ഒരുപാട് അമേരിക്കൻ സ്ഥാപനങ്ങൾ ഉണ്ട്. അവർക്കൊന്നും യാതൊരു ഫണ്ടിങ് കിട്ടാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ഫണ്ടിങ് ഒട്ടും ഉള്ളത് വളരെയധികം കട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യതയും ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷനിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ഫിയറുകൾ ഈ ആർട്ടിക്കിൾ പങ്കുവെക്കുന്നുണ്ട്. ഒപ്പം ഈ നമ്മളെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, അതായത് ഇപ്പോ ഈ NDC എന്നൊരു സംഭവം ഉണ്ടല്ലോ, നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസ്. ഓരോ രാജ്യവും എത്രത്തോളം കാർബൺ എമിഷൻ കട്ട് ചെയ്താൽ, അതിന് 2030 ആണ് ഒരു ഫസ്റ്റ് ടാർഗറ്റ് വെച്ചേക്കുന്നത്. 2030 കൂടി ഇത്ര വീതം ഞങ്ങൾ ഓരോരുത്തരും കാർബൺ എമിഷൻ കട്ട് ചെയ്യും എന്നുള്ളതാണ് NDC, നാഷണൽ ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ എന്നുള്ളത്. ഇന്ത്യയും അത്തരത്തിലുള്ള ഒരു നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും പറഞ്ഞിട്ടുള്ള നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസ് 2030 കൂടി ഗ്ലോബലി കാർബൺ എമിഷനിൽ ഒരു റിഡക്ഷൻ ഉണ്ടാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഇവൻച്വലി 2100 കൂടി നമ്മളുടെ പ്രീ ഇൻഡസ്ട്രിയൽ ലെവലിനെ വെച്ച് നോക്കുമ്പം കാർബൺ എമിഷൻ 1.5 ഡിഗ്രി സെൽഷ്യസ് കൂടാൻ പാടില്ല എന്നുള്ളതാണ്. പ്രീ ഇൻഡസ്ട്രിയൽ പീരീഡിൽ അല്ലെങ്കിൽ കാർബൺ എമിഷൻ തുടങ്ങുന്നേയുള്ള ആ സമയത്ത് അന്ന് ഈ ഇൻഡസ്ട്രിയൽ കാർബൺ എമിഷൻ ഇല്ലായിരുന്നു, അല്ലാതെ ഓർഗാനിക്കലി നടക്കുന്ന കാർബൺ എമിഷൻ മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ ഈ അന്നത്തെ കാർബൺ എമിഷൻ അതിനുശേഷം ഇപ്പൊ 2100 ആകുമ്പോ ഭയങ്കരമായിട്ടുള്ള കാർബൺ എമിഷൻ വേൾഡിൽ ഇൻഡസ്ട്രിയൽ മേഖലയിൽ നിന്നൊക്കെ ഉണ്ടാവുകയും ഓട്ടോമൊബൈൽ മേഖലയിൽ നിന്നൊക്കെ ഉണ്ടാവുകയും ഫോസിൽ ഫ്യൂൽ എമിഷൻ ഒക്കെ ഒരുപാട് ഉണ്ടാവുകയും ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിഷന്റെ ഒരുപാട് നടക്കുകയും ഒക്കെ ചെയ്തപ്പോൾ 2100 ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ടെമ്പറേച്ചർ കൂടും. അതൊരു പരിധി കൂടുതൽ കൂടാൻ പാടില്ല. മാക്സിമം 2 ഡിഗ്രി സെൽഷ്യസേ കൂടാൻ പാടുള്ളൂ. കൂടിയ പറ്റുമെങ്കിൽ 1.5 ഡിഗ്രി സെൽഷ്യസ് നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ പാരീസ് ക്ലൈമറ്റ് അഗ്രിമെന്റിന്റെ ഒക്കെ തന്നെ ലക്ഷ്യം. ആ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ടാണ് NDC, നാഷണൽ ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്ന സംഭവം ഓരോ രാജ്യം സെറ്റ് ചെയ്ത് വെച്ചത്. ഈ നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസ് പ്രകാരം നമ്മൾ മുന്നോട്ട് പോയാൽ തന്നെ 2030 നമ്മൾ ഇതൊന്നും അച്ചീവ് ചെയ്യാൻ പോകുന്നില്ല എന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. ഇപ്പോഴത്തെ നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസിൽ പോയാൽ പോലും ഓരോ രാജ്യവും നമ്മൾ പാരീസ് ക്ലൈമറ്റ് അഗ്രിമെന്റ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യൂല എന്നാണ്. അത് മാത്രമല്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ നിലനിർത്തണമെങ്കിൽ കാർബൺ ബഡ്ജറ്റ് എന്നുള്ള ഒരു സംഭവമുണ്ട്. കാർബൺ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ രാജ്യത്തിനും ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിൽ എത്ര കാർബൺ എമിഷൻ ലോകത്ത് നടത്താം എന്നുള്ളൊരു കാൽക്കുലേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് കാർബൺ ബഡ്ജറ്റ്. അപ്പം ഈ പറഞ്ഞ 2030 ലക്ഷ്യങ്ങളോ 2100 ലക്ഷ്യങ്ങളോ സാധിക്കണമെങ്കിൽ നമ്മൾ ഈ രീതിയിൽ എമിഷൻ ചെയ്ത് പോയാൽ 2030 കൂടി തന്നെ നമ്മുടെ കാർബൺ ബഡ്ജറ്റിന്റെ 85% ഡിപ്ലീറ്റ് ആയി പോകുന്നതാണ് പറയുന്നത്. അപ്പൊ ട്രംപിന്റെ ഇത്തരത്തിലുള്ള നടപടികളും കൂടെ ആകുമ്പോൾ എന്തായിരിക്കും ലോകത്തിന് സംഭവിക്കാൻ പോകുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റൂല എന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. എന്ന് മാത്രമല്ല, അമേരിക്കയിൽ തന്നെ ഇൻഡസ്ട്രീസിനെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഗ്രീൻ ഹൈഡ്രജൻ പോലുള്ള അല്ലെങ്കിൽ ബാറ്ററി സ്റ്റോറേജ് പോലുള്ള ഒക്കെ ഇതുപോലുള്ള എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഭവങ്ങളിൽ വലിയ അവരുടെ ബിസിനസിനെ തന്നെ പ്രതിസന്ധിയിലാക്കാൻ ഉള്ള സാധ്യതയും ഉണ്ടെന്ന് ഈ ആർട്ടിക്കിളിൽ പറയുന്നു. അപ്പൊ അതൊക്കെയാണ് ആ ആർട്ടിക്കിളിലുള്ളത്. പിന്നെ അതിനടുത്ത പേജ് ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജ്. ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജിൽ ഇന്ന് ആക്ച്വലി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ആർട്ടിക്കിളും ഇല്ല. വൈ ഈസ് ജർമ്മനി ഹെഡഡ് ഫോർ സ്നാപ്പ് പോൾസ് എന്ന് പറയുന്ന ഒറ്റ ആർട്ടിക്കിൾ മാത്രമാണ് എന്തെങ്കിലും ഒരു പ്രാധാന്യമുള്ളത്. പക്ഷെ അത് ജർമ്മനിയുടെ ആഭ്യന്തര കാര്യമാണ്. നമ്മളത് ഭയങ്കരമായിട്ട് ബോധറിയിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ആക്ച്വലി അത് ജർമ്മനിയിൽ ഇപ്പോഴത്തെ ചാൻസലർ നേതൃത്വം കൊടുക്കുന്ന കോalition അവരിപ്പം പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ചാൻസലർ ഒലാഫ് ഷോൾസ് ആണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കോalitionന് ട്രാഫിക് ലൈറ്റ് കോalition എന്നാണ് വെറുതെ പറയുന്നത്. അതിന്റെ കാര്യം അവരുടെ കളർ ട്രാഫിക് ലൈറ്റിന്റെ കളറാണ്. അതിലെ 3 പാർട്ടികൾ ഉണ്ട്. 3 പാർട്ടികളുടെ കളർ എടുക്കുമ്പോൾ ട്രാഫിക് ലൈറ്റിന്റെ കളർ ആയതുകൊണ്ടാണ് ട്രാഫിക് ലൈറ്റ് കോalition എന്ന് പറയുന്നത്. സോഷ്യൽ ഡെമോക്രാറ്റ്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പാർട്ടി, ഗ്രീൻസ് എന്ന് പറയുന്ന വേറൊരു പാർട്ടി, ഫ്രീ ഡെമോക്രാറ്റ്സ് എന്ന് പറയുന്ന വേറൊരു പാർട്ടി, ഈ 3 കൂടെയാണ് ജർമ്മനി ഭരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതിൽ ഫ്രീ ഡെമോക്രാറ്റ്സുകൾ ഇപ്പൊ ഈ ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ ഗവൺമെന്റിലെ പിന്തുണ പിൻവലിച്ചാണ് ഗവൺമെന്റിന്റെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവിടെ സ്നാപ്പ് പോൾസ് വരാൻ പോയാണ്, ഇലക്ഷൻ വരാൻ പോയാണ്. ആ ഇലക്ഷനിൽ ഈ പറഞ്ഞ ഒലാഫ് ഷോൾസിന്റെ പാർട്ടി തോക്കുന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. അവിടുത്തെ ഒപ്പീനിയൻ പോൾസിലൊക്കെ പ്രതിപക്ഷത്തിനാണ് ഇപ്പൊ ഭൂരിപക്ഷം പറയുന്നത്. അപ്പോഴും കോalitionനെ വരുള്ളൂ, ഒറ്റ പാർട്ടിക്കൊന്നും വലിയ
സപ്പോർട്ടൊന്നും കിട്ടുന്നില്ല ഒരു സിംഗിൾ പാർട്ടിക്ക്. പിന്നെ അവിടെ ഒരു ഫാർ റൈറ്റ് ആയിട്ടുള്ള AFD എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്. അവർ ആന്റി ഇമിഗ്രേഷൻ പാർട്ടിയാണ്. പഴയ ഹിറ്റ്ലറിന്റെ പീരീഡിലെ നാസി പ്രസ്ഥാനമായിട്ടൊക്കെ ബന്ധമുള്ള പാർട്ടിയാണ്. അവർക്ക് അവിടെ വലിയ പവർഫുൾ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവര് പവർഫുൾ ആവുന്നത് ജർമ്മനിയുടെ മൊത്തത്തിലുള്ള ഒരു നിലനിൽപ്പിന് യൂറോപ്യൻ യൂണിയനിലും മറ്റു രാജ്യങ്ങളുടെ കോ എക്സിസ്റ്റൻസിന് അത്ര നല്ലതായിരിക്കില്ല. പക്ഷെ ജർമ്മനി ഫേസ് ചെയ്യുന്ന മെയിൻലി ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആണ്. അതിന്റെ ഒരു കാര്യം യുക്രൈൻ റഷ്യ വാർ ആണ്. അതിൽ യുക്രൈന്റെ ഏറ്റവും വലിയൊരു സപ്പോർട്ടർ ജർമ്മനിയാണ്. ഒരുപാട് ഫണ്ട് യുക്രൈന് ജർമ്മനി കൊടുത്ത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റഷ്യയെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും റഷ്യയിൽ നിന്ന് ഓയിലും ഗ്യാസും ഒക്കെ വാങ്ങാൻ പറ്റൂല ജർമ്മനിക്ക്. അത്രയും യുക്രൈനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ റഷ്യയിൽ നിന്ന് ഓയിലും ഗ്യാസും സപ്ലൈ നിലച്ചപ്പോ റഷ്യയുടെ ഓയിലും ഗ്യാസും ഏറ്റവും കൂടുതൽ യൂറോപ്പിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്നത് ജർമ്മനി ആയിരുന്നു. അതും ഇവരെ എക്കണോമിക്കലി ഭയങ്കരമായിട്ട് ബാധിച്ചു. കാര്യം എന്താണ്? അപ്പൊ അവർക്ക് കൂടുതൽ കോസ്റ്റ്ലി ആയി ഓയിലും ഗ്യാസും ഒക്കെ. ഡയറക്ട്ലി മുമ്പ് റഷ്യയിൽ നിന്ന് കിട്ടിക്കൊണ്ടൊരു സംഭവം അവർക്ക് വാങ്ങാൻ പറ്റാതായപ്പോ അപ്പൊ അത് ജർമ്മനിയിൽ ഇൻഫ്ലേഷന് കാരണമായെങ്കിൽ ജീവിത ചെലവ് കൂടിയൊക്കെ ചെയ്യും. ജർമ്മനിയിൽ പക്ഷേ അവിടുത്തെ ബഡ്ജറ്റിന് വെളിയിൽ നിന്ന് ഒരു ഡെഫിസിറ്റ് ഉണ്ടായ ബഡ്ജറ്റിന് വെളിയിൽ നിന്ന് ബോറോ ചെയ്യാൻ പറ്റുന്ന വെറും 0.35% ഓഫ് GDP മാത്രമേ ബോറോ ചെയ്യാൻ പറ്റൂ. ഇന്ത്യയിൽ നിന്നൊക്കെ അങ്ങനെയല്ല, 5% വരെയൊക്കെ ബോറോ ചെയ്യാൻ പറ്റും. അപ്പൊ വെറും 0.35% മാത്രമേ ബോറോ ചെയ്യാൻ പറ്റൂ എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ അത് അവരുടെ ബോറോയിങ്ങിനെയും ബാധിക്കുന്നുണ്ട്. എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ വേണമെങ്കിൽ കോവിഡ് പോലുള്ള പാൻഡമിക് ഒക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ അവരല്ലാതെ ബോറോ ചെയ്യുന്നുണ്ട്. അതിനുള്ള പ്രൊവിഷൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഉണ്ട്. പക്ഷെ അതിപ്പോഴത്തെ ഫിനാൻസ് മിനിസ്റ്റർ അത് അനുവദിച്ചിട്ടില്ല. അതങ്ങനെ ബോറോ ചെയ്യാൻ ഈ 0.35% ഓഫ് GDPക്ക് വെളിയിൽ. അപ്പൊ അതിന്റെയൊക്കെ പേരിലാണ് ഈ പറഞ്ഞ ഫിനാൻസ് മിനിസ്റ്ററിനെ ഒലാഫ് ഷോൾസ് ഫയർ ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് ഈ പറഞ്ഞ ഫ്രീ ഡെമോക്രാറ്റ്സ് പാർട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം പാർട്ടിക്ക് ഈ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുകയൊക്കെ ചെയ്തത്. അപ്പൊ ജർമ്മനിയിൽ അതൊരു പൊളിറ്റിക്കൽ ക്രൈസിസിന് കാരണമാകുന്നു. അവിടെ പുതിയൊരു ഇലക്ഷൻ വരുന്നു. ആ ഇലക്ഷന് ശേഷം ജർമ്മനിയുടെ ഭാവി എന്താവും എന്ന് അറിയില്ല. എന്തായാലും ജർമ്മനി ഇന്ത്യയുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള പാർട്ണറാണ്. യൂറോപ്പിലെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ണറാണ്. യൂറോപ്പിലെ ഏറ്റവും വലിയ എക്കോണമിയാണ് ജർമ്മനി. എല്ലാവർക്കും അറിയാലോ, വേൾഡിലെ 3rd ലാർജസ്റ്റ് എക്കോണമി എന്ന് പറയുന്നത് ജർമ്മനിയാണ്. യൂറോപ്പിലെ ഏറ്റവും വലുതുമാണ്. അപ്പൊ ജർമ്മനിയിലെ പ്രശ്നങ്ങൾ എപ്പോഴും ഇന്ത്യയൊക്കെ ബാധിക്കാം. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കും. പിന്നെ ഉള്ള കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ നാഷണൽ പേജുകളിലേക്ക്, ന്യൂസ് എന്ന് എഴുതിയേക്കുന്ന നാഷണൽ പേജുകളിലേക്കാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. ആ പേജിൽ ആക്ച്വലി നമുക്ക് ഒരു ന്യൂസ് മാത്രമാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് ഇന്ത്യ ബംഗ്ലാദേശ് ഹാവ് മെയിൻറ്റെയിൻ ടൈസ് ഡെസ്പൈറ്റ് ചേഞ്ചസ് സേസ് എൻവോയ് എന്ന് പറയുന്ന ന്യൂസ്. ഇന്ത്യയുടെ അംബാസഡർ ടു ബംഗ്ലാദേശ് ആണ് പ്രണയ് വർമ്മ. അദ്ദേഹം പറഞ്ഞേക്കുന്നത് ബംഗ്ലാദേശിന്റെ ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെന്റ് മാറി മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യയും ഗവൺമെന്റ് വന്നെങ്കിൽ ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നമില്ല. ട്രേഡും എല്ലാം വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ എനർജി ട്രാൻസ്പോർട്ട് നടക്കുന്നുണ്ട്. എനർജി ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അദാനിയൊക്കെയാണ് ബംഗ്ലാദേശിന് എനർജി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിച്ച് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നേപ്പാളിൽ നിന്ന് ഇന്ത്യ വഴി ബംഗ്ലാദേശിലേക്ക് എനർജി കൊണ്ടുള്ള ഒരു പുതിയ പ്രൊജക്ട് കഴിഞ്ഞ ആഴ്ച ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ടുള്ള ടൈസിനും ഒരു കുഴപ്പമില്ലെന്നാ പറയുന്നത്. പക്ഷേ ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ തന്നെ മുഹമ്മദ് യൂനുസ് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് ഷെയ്ഖ് ഹസീനെ ഇന്ത്യയിൽ നിന്ന് വിട്ടുകിട്ടാൻ, ഇന്ത്യ അവരെ സംരക്ഷിക്കുന്നു, ഇന്ത്യയിൽ നിന്ന് വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ അവരോടനെ സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്റർപോളിന്റെ സഹായമൊക്കെ തേടിയേക്കാണ്. ഇത് ഭാവിയിൽ ബംഗ്ലാദേശുമായിട്ടുള്ള ഇന്ത്യയുടെ റിലേഷൻഷിപ്പ് മോശമാക്കാൻ കാരണമാവും. അതൊരു കാര്യം. ഇന്റർപോളിന്റെ സഹായം തേടിയാൽ പോലും ഷെയ്ഖ് ഹസീനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് ഇന്ത്യ എടുക്കാൻ സാധ്യതയുള്ളൂ. ബിക്കോസ് ഷീ ഈസ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആൻഡ് വി ഗോട്ട് എ ലോട്ട് ഓഫ് ബെനിഫിറ്റ്സ് under her regime. We solved all the boundary dispute problem with Bangladesh under her regime, and she controlled all the extremist activities targeting India from Bangladesh soil from Bangladesh soil. അതും ഷെയ്ഖ് ഹസീന നമുക്ക് വേണ്ടി നല്ലൊരു ചെയ്തൊരു കാര്യമാണ്. പിന്നെ അവിടുത്തെ ലാർജസ്റ്റ് മൈനോറിറ്റി കമ്മ്യൂണിറ്റിയായ ഹിന്ദുസ് വെയർ പ്രൊട്ടക്റ്റഡ് അണ്ടർ ഹർ റൂൾ. അതൊന്നും ഇപ്പം നടക്കുന്നില്ല. അപ്പൊ ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആയ ഹിന്ദുസിന് അവിടെ അറ്റാക്ക് ചെയ്യപ്പെടുന്നതും ഇത് ഇന്ത്യയും ബംഗ്ലാദേശിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാക്കാൻ കാരണമാവും. നിലവിൽ പ്രശ്നമൊന്നും ഇല്ലെന്ന് പ്രണയ് വർമ്മ പറയുന്നുണ്ടെങ്കിലും വേറെ ആ പേജിൽ ഒരു ന്യൂസ് നമുക്ക് ആവശ്യമില്ല. അതിന്റെ അടുത്ത പേജ് ഇലക്ഷൻ 2000 എന്ന് പറയുന്ന പേജ്, 2024 എന്ന് പറയുന്ന പേജ്, അത് നമുക്ക് വേണ്ട. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ അവിടെ ഈ ഹോസ്പിറ്റൽസിലുണ്ടായ തീപിടുത്തം, അതിൽ കുട്ടികൾ മരിച്ചതിനെ കുറിച്ചുള്ള ന്യൂസ് UP-യിലും ഝാൻസിയിലും ഒക്കെ അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അത് വേണ്ട. അതിന്റെ താഴെ സെന്റർ എയിംസ് ടു മേക്ക് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് എ ട്യൂണ എക്സ്പോർട്ട് ഹബ്. ട്യൂണ നമുക്കറിയാലോ, ഒരു ഫിഷ് ആണ്. അപ്പം അത്
എക്സ്പോർട്ട് ഇന്ത്യയിൽ 31.83% കൂടി 2023-24. അതായത് കഴിഞ്ഞ വർഷം 31.83% ട്യൂണ ഫിഷ് എക്സ്പോർട്ട് ഇന്ത്യയിൽ കൂടി. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അൺടാപ്ഡ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ഥലം ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ആണ് ഈ ട്യൂണയുടെ പോപ്പുലേഷൻ ഏറ്റവും കൂടുതലുള്ളത്. പക്ഷെ ട്യൂണ അവിടെ നിന്ന് വലുതായിട്ട് പിടിക്കുന്നില്ല. കാരണം അതിനുവേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും വലുതായിട്ട് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിൽ ഡെവലപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഗവൺമെന്റ് ഈ ഗ്ലോബലി 41.94 ബില്യന്റെ മാർക്കറ്റാണ് ട്യൂണയ്ക്കുള്ളത്. അപ്പൊ ഇന്ത്യൻ ഓഷൻ റീജിയനിലാണ് ഇത് ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലം പറയുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ട്യൂണ ഉള്ളത് ഇന്ത്യൻ ഓഷൻ, സെക്കൻഡ് ലാർജസ്റ്റ് ട്യൂണ പോപ്പുലേഷൻ ഉള്ളത് ഇന്ത്യൻ ഓഷൻ റീജിയനിൽ. അപ്പൊ ഇന്ത്യൻ ഓഷനിൽ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിന്റെ ഏരിയയിൽ ഒത്തിരി ഉണ്ട്. അപ്പൊ നമ്മള് ഈ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് എന്ന് പറയുന്ന സംഭവത്തിന് നമ്മള് ഇന്ത്യയുടെ ട്യൂണ എക്സ്പോർട്ടിന്റെ ഒരു ഹബ് ആക്കാനുള്ള നടപടികൾ സെൻട്രൽ ഗവൺമെന്റ് തുടങ്ങിക്കഴിഞ്ഞു എന്നൊരു ന്യൂസാണ്. ഓക്കെ, പിന്നെ അവിടെ വേറെ ഒന്നും പറയാനില്ല. അതിന്റെ അടുത്ത പേജ് മണി വൈസ് പേജ്, അതിലൊന്നും പറയാനില്ല. മണി വൈസ് പേജ് നമുക്ക് പൊതുവെ നമ്മൾ ഡിസ്കസ് ചെയ്യാറില്ല. മൺഡേയിലാണ് ഈ മണി വൈസ് പേജ് വരുന്നത്. നമുക്ക് ആവശ്യമുള്ള അവിടെ കാണത്തില്ല. പിന്നെ വേൾഡ് പേജ് എടുക്കുമ്പോൾ US, ജപ്പാൻ ആൻഡ് ഓസ്ട്രേലിയ is going to build military ties to counter China എന്നൊരു ന്യൂസ് കാണാം. അതിപ്പോ ക്വാഡ് പോലെ, ക്വാഡ് ഉണ്ടല്ലോ നമ്മളെ ക്വാഡിലായിട്ടുള്ള ഇന്ത്യ, USA, ജപ്പാൻ, ഓസ്ട്രേലിയ. അതിലിപ്പോ ഇന്ത്യ ഇപ്പൊ ഈ പറഞ്ഞ ഗ്രൂപ്പിൽ ഇല്ല, ക്വാഡിൽ ഇന്ത്യ ഉണ്ട്. അപ്പം ആ ക്വാഡും ആക്ച്വലി ചൈനയുടെ ഇൻഫ്ലുവൻസ് ഈ ഇൻഡോ പസഫിക് മേഖലയിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ അതുപോലെ ഒരു ന്യൂസ് അത്. അതുപോലെ പിന്നെ ഇവിടെ ഡെൻമാർക്കിന്റെ വിക്ടോറിയ ജെയർ, ഒരു സെക്കൻഡ്, ഡെൻമാർക്കിന്റെ വിക്ടോറിയ ജെയർ തെയിൽവിക് എന്ന് പറയുന്ന പെൺകുട്ടി പുതിയ മിസ് യൂണിവേഴ്സ് 2024 ആയിട്ട് സെലക്ട് ആയി. വിക്ടോറിയ ജെയർ തെയിൽവിക് ഡെൻമാർക്കിൽ നിന്നുള്ള ഫസ്റ്റ് മിസ് യൂണിവേഴ്സ് ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടു. അതൊന്ന് പഠിച്ചു വെച്ചേക്കണം. പിന്നെ ഏഷ്യ പസഫിക് എക്കോണമിക് കോർപ്പറേഷൻ APEC, അതിന്റെ മീറ്റിംഗ് ഇപ്പൊ ചിലിയിൽ നടക്കുന്നു. ചിലിയുടെ ക്യാപിറ്റലായ പെറുവിൽ നടക്കുന്നു. നിങ്ങൾക്ക് ഇങ്ങനൊരു ന്യൂസ് അവിടെ കാണാം. US സപ്പോർട്ട് ഫോർ തൈവാൻ ഈസ് എ റെഡ് ലൈൻ ഇൻ തൈ, സി ടെൽസ് ബൈഡൻ എന്നൊരു ന്യൂസ് കാണാം. അതിൽ ജോയ് ബൈഡനും സി ജിൻപിങ്ങും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയും കാണാം. US സപ്പോർട്ട് ഫോർ തൈവാൻ ഈസ് എ റെഡ് ലൈൻ ഇൻ തൈ, സി ടെൽസ് ബൈഡൻ എന്നൊരു ന്യൂസ്. ആ ന്യൂസ് ആക്ച്വലി അത് ഈ ഒരു സംഭവം ചൈനയുടെ പ്രസിഡന്റ് സി ജിൻപിങ് US പ്രസിഡന്റ് ബൈഡനോട് പറയുന്നത് APEC മീറ്റിംഗിൽ വെച്ചാണ്. APEC, APEC, ഏഷ്യ പസഫിക് എക്കോണമിക് കോർപ്പറേഷൻ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഇന്ത്യ ഇസ് നോട്ട് എ മെമ്പർ ഓഫ് APEC, സോ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഡിഡ് അറ്റൻഡ് ദാറ്റ് മീറ്റിംഗ്. ബട്ട് APEC ഈസ് എ very influential group, Asia Pacific Economic Cooperation, and its current meeting is going on in Peru, the capital of Chile. അവിടെ വെച്ച് ഈ പറഞ്ഞ രണ്ട് ലീഡേഴ്സും മീറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ന്യൂസ് ആണ് അവിടെ കൊടുക്കുന്നത്. പിന്നെ ഇസ്രായേലില് ഗാസയിൽ നടക്കുന്ന അറ്റാക്ക്, റഷ്യ യുക്രൈനിൽ നടന്ന അറ്റാക്ക്, അതിനെ കുറിച്ചുള്ള ന്യൂസുകൾ അവിടെ നിന്ന് വേറെ ഒന്നും പറയാനില്ല. പിന്നെ സ്പോർട്സ് പേജിൽ എന്താ പറയാ, സ്പോർട്സ് പേജിൽ ടാറ്റ ചെസ് ടൂർണമെന്റ് മാഗ്നസ് കാൾസൺ വിൻ ചെയ്തതിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. കാൾസൺ സ്റ്റോംസ് ടു വിക്ടറി ഇൻ ദ ബ്ലിറ്റ്സ് കാറ്റഗറി. അതായത് റാപ്പിഡ് ചെസ്സിനാണ് ബ്ലിറ്റ്സ് കാറ്റഗറി എന്ന് പറയുന്നത്. റാപ്പിഡ് ചെസ്സും ക്ലാസിക്കൽ ചെസ്സും എല്ലാം ടാറ്റ സ്റ്റീൽ ചെസ്സിൽ വിൻ ചെയ്തത് വേൾഡ് നമ്പർ 1 ചെസ് പ്ലെയറും നോർവേക്കാരനുമായ മാഗ്നസ് കാൾസൺ ആണ്. ആ ന്യൂസ് അവിടെ കാണാം. അതുപോലെ പിന്നെ വേറെ ഒന്നുമില്ല. അത്രേ ഉള്ളൂ ഇന്നത്തെ ഹിന്ദുവിൽ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ. അപ്പൊ ഞാൻ ഇതൊരു വോയിസ് നോട്ടാക്കി പോലെയാണ് നമ്മളിപ്പോ ഇന്ന് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതുപോലെ 1-2 ദിവസം ചെയ്യാം. പിന്നീട് ഞാൻ വീണ്ടും പഴയതുപോലെ ഇന്ററാക്റ്റീവ് ബോർഡിൽ എടുക്കും. താങ്ക് യു സോ മച്ച്.